ഇവൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എഴുതി കൊടുക്കുക പറഞ്ഞത്. കൂടോത്രല്ല കൂടമ്പുറം. ഇവിടെ സിബ് ലൈൻ ഉണ്ട് കേട്ടോ, വാഗമണ്ണ്. ഒരെണ്ണം മതി എന്ന് പറ, ഒരെണ്ണം പോരെ. ആ കുഴപ്പമില്ല, മാറ് എല്ലാം കയറ്റി ഇട്ടിരിക്കും കേട്ടോ. ഉണ്ടായിരിക്കും ഇടി ഇതിനകത്തന്നെ. അടി ഇത് നോക്കി 8 കാലിയോ. ആരെ കളിയാ നോക്കുന്നത്? നോക്കിയിട്ടൊന്നും കാര്യമില്ല, നീ തന്നെ ചെയ്യണം. 8 കാലി കയ്യിലൊന്നും ഇല്ലടാ. നമ്മുടെ വണ്ടിയും നമ്മുടെ കൊണ്ടാട്ടിയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ കൂടമ്പുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വെളുപ്പിന് വന്ന് ലോഡ് കയറ്റി കേട്ടോ. എൻ്റെ പേര് പറയണം. സുഹൈൽ. എരുമേലി. എൻ്റെ പേര് അർജുൻ. എവിടെ? പറഞ്ഞു. ചേട്ടൻ്റെ പേര്? മുരളി. എവിടെ സ്ഥലം? കോട്ടയം കേട്ടോ. പേര് പേപ്പർ എത്തി. ഇവൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എഴുതി കൊടുക്കുക പറഞ്ഞത്. കൂടോത്രല്ല കൂടമ്പുറം. ഗൈസ്, കൂടം സ്പേസ് ബ്രോ. അടുത്ത വണ്ടി വന്നു കേട്ടോ. കൂടം ബ്രോ. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടന് നേരിലായിരിക്കും കേട്ടോ. 10 തൈര് സാറ് നടന്നു നോക്കി കേട്ടോ. ഇപ്പൊ കോട്ടെ പോകട്ടെ. നമ്മുടെ പരിപാടി കഴിഞ്ഞാട്ടോ. സമയം 6:20. ഇന്ന് നേരത്തെ ലോഡ് എടുക്കാൻ വന്നത്. ഇന്ന് TS ഇല്ലാത്തതുകൊണ്ട് ഷീറ്റ് നമുക്ക് വൈകിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. ട്രേ ഇറക്കിൻ്റെ ഷീറ്റ്. ഇത് ഞാൻ ട്രേ 180. അത് വൈകിട്ടല്ലേ കിട്ടത്തുള്ളൂ ഷീറ്റ്. മറ്റേ ഇക്കായിരിക്കും വരുന്ന പുള്ളിയുടെ കൊടുത്താൽ മതി. ഓക്കെ, ഉപ്പിട്ടെന്നാ വെച്ചേക്കാം. രാവിലെ വന്ന് ഒരു ഹോസ്പിറ്റൽ പോകണം. ചോദിച്ചാൽ വിവരം പറയണ്ടേ? അതെ. പുള്ളി വരുന്നതായിട്ട്. അതെ. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്ത് പോയാൽ മതി പേട്ടയ്ക്ക്. നമ്മളപ്പം ലോഡെല്ലാം എടുത്തിട്ട് നേരെ കിഴക്കോട്ട് നമ്മുടെ വാഗമണ്ണ് വന്നു കേട്ടോ. ഈ സംഭവം എന്നാണെന്നറിയോ, നമ്മുടെ ലേലം പടത്തിനകത്ത് സുരേഷ് ഗോപി വന്ന് ഇറങ്ങുന്ന ഷോട്ടുണ്ട്. ഇവിടെ ഒരു സീനുണ്ട് ഇവിടെ വെച്ച്. വാഗമണ്ണ് പോകുന്ന റൂട്ടാട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് ഈട്ടിയാട്ടി അങ്ങനെയൊക്കെ പേരാട്ടോ. നമുക്ക് നേരെ മേലോട്ട് പോകാം കേട്ടോ. നേരത്തെ കാണിച്ചത് നമ്മുടെ ലേലം ഷൂട്ട് ചെയ്തതാട്ടോ താഴ്ഭാഗം. അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ സിബ് ലൈൻ ഉണ്ട് കേട്ടോ, വാഗമണ്ണ്. ഇവിടെ നേരെ അവിടെ വരെ. നമുക്കിനി ഈ റൂട്ട് ഇങ്ങനെ കയറി പോകുന്ന ഇങ്ങനെ പോയി ഫുള്ള്. ഇനി അവിടെ ഒരു സ്പോട്ടുണ്ട്, ആ ബിൽഡിംഗ് കാണുന്നുണ്ടോ, അവിടെ ചെല്ലണം. നല്ല മഞ്ഞ കേട്ടോ, കോടയാണ്. നമ്മൾ പിന്നെയും മേളിലോട്ട് വന്നു കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത് നമ്മുടെ ലേലം ഷൂട്ട് ചെയ്തു. അതിൻ്റെ താഴെ അവിടുന്ന് നേരെ കയറി ഇവിടെ സിപ്പ് ലൈന് ഇത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കണ്ടുണ്ട്. അതെ, അത് ഇച്ചിരി ഉള്ളൂ കേട്ടോ, വലിയ ദൂരമില്ല. അവിടെ നമ്മളെടുത്ത് പിന്നെ ഇങ്ങനെ കറങ്ങി നമ്മൾ ഇവിടെ വന്നു കേട്ടോ. ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ പുലിയുണ്ട് ഗൈസ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കണ്ടെയ്നർ ക്യാമറയുടെ കുൽഫി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ റിട്ടേൺ തിരിച്ചു വന്നു. ഇതുണ്ടോ, പക്ഷെ നമ്മുടെ ക്യാമറയിൽ കാണത്തില്ല, അവിടുന്ന് ഒഴുകി വരും കേട്ടോ.
നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. അങ്ങ് അകത്ത് നോട്ടോ. പക്ഷെ നമ്മുടെ ക്യാമറയ്ക്ക് ഫോണിലെടുക്കുന്നുണ്ട് അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷെ പൊന്നു ഗൈസ് ഫുള്ള് സ്നോ കേട്ടോ, ഫുള്ള് കോടയാണ്. ഗൈസ് നമ്മളിപ്പം ഈരാറ്റുപേട്ട അവിടെ നിന്ന് ഇങ്ങോട്ടോ കേട്ടോ അത്. ഇത് നമ്മുടെ ജീപ്പ് സ്റ്റേഷനാണ്. ഫുള്ള് അഡ്വഞ്ചറായിട്ട് ഓഫ് റോഡ് പോകാനുള്ള ജീപ്പുകളാണ്. എല്ലാത്തിനും പല പല കളറാണ് കേട്ടോ. വയലറ്റ്, മഞ്ഞ, പച്ച, നീല, ചുമല, മഞ്ഞ, പച്ച, അങ്ങനെ പല പല കളർ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരെണ്ണം മതി എന്ന് പറ, ഒരെണ്ണം പോരെ. ഗൈസ് നമ്മളിവിടെ ഒരു ന്യൂഡിൽസ് അടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഇവിടെ വന്ന് ന്യൂഡിൽസ് കഴിക്കും വേറൊരു ടേസ്റ്റ്, ഒരു പ്രത്യേകം ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഗൈസ് കോട്ട് ഊരിയേക്കാം. ഞാൻ മഴയുണ്ടെന്ന് ഓർത്താൽ കോട്ടിട്ടത്. വലിയ മഴയില്ല, പക്ഷെ ഫുള്ള് സ്നോയാണ്, മഞ്ഞ. ഗൈസ് നമ്മുടെ വണ്ടി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇന്നലെ ഫുള്ള് കഴുകി റെഡിയാക്കി, അടിപൊളിയാക്കി കേട്ടോ. ഗൈസ് ഇത് ഇവിടുന്ന് നമുക്ക് ന്യൂഡിൽസ് അടിക്കാം കേട്ടോ. കുഴപ്പമില്ല. 7 കിലോമീറ്റർ. അതിന് എന്നതാ പറയുന്നത്? ഫിഷ് ബ്ലൂ ലൈറ്റ്, കുവൈലൈറ്റം. ഓക്കെ, 7 കിലോമീറ്റർ അല്ലേ. നമ്മളിനി പോകാൻ പോകുന്ന സ്പോട്ട് മറ്റേ ഈ കൊട്ടവഞ്ചിക്കകത്ത് എന്നാ പറയുന്നത്, കൊട്ടവഞ്ചിക്കകത്ത് മീൻ തീറ്റ കൊടുക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. എന്തോ ഐറ്റം കേട്ടോ. ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഈ ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ. ഞാൻ കൊണ്ടുപോകാൻ പട്ടി വിശന്നിട്ട് കുടൽ കയറ്റിയിരുന്നു. നമ്മളവിടുന്ന് ന്യൂഡിൽസ് കഴിച്ചു. ഇനി നമുക്ക് വണ്ടി എടുത്ത് നേരെ വാഗമണ്ണ് പോകാം കേട്ടോ. മറ്റേ മീൻ കുളത്തിലോട്ട്, പാറമടയാന്ന് പറയുന്നു, അങ്ങോട്ട് പോകാം. വാഗമണ്ണ് ടൗണിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കോട ഫുള്ള് കോട. നമ്മളവിടുന്ന് നേരെ നമ്മളവിടുന്ന് നേരെ വന്ന് ഇങ്ങനെയാണ് പോകാനുള്ളത്. ഇത് നേരെ മറ്റേ മീൻകുളത്തിൻ്റെ അങ്ങോട്ട് ബൈക്കേഴ്സ് അങ്ങോട്ട് നിർത്തി. വേറെ സംഭവം കാണിക്കാൻ എന്നാന്ന് വെച്ചാൽ ഇത് ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. വേറെ സംഭവം കാണിക്കാം. ഇവിടെ നമ്മുടെ ക്യാമറ കാണത്തില്ല ഗൈസ്. ആ കാണുന്ന ബിൽഡിംഗ് ആണോ, വലിയ ബിൽഡിങ് നീളത്തിനുള്ളത്, അത് AVTയുടെ ഫാക്ടറി കേട്ടോ. AVTയുടെ മെയിൻ ഫാക്ടറിയാണ്. ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. അതുവഴി വെള്ളമൊക്കെ ഒഴുകി ഇതിനകത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ AVTയുടെ ഫാക്ടറി. പണി നടന്നുകൊണ്ടിരിക്കുക, പുക പൊക്കോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടയർ കാണുമ്പോഴല്ലോ ഒരു എന്നാ പറയുന്നത്, ഒരു 6 മണിൻ്റെയൊക്കെ പോലെ ടയർ മാത്രം കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ച ഫാക്ടറി അവിടെ നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ അവിടെയായിട്ട് വരും. ഇത് AVTയുടെ ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ് കേട്ടോ. ഇത് രണ്ടും അല്ല സോറി, അത് ഹോട്ടൽ അന്നപൂർണ്ണ, അത് AVTയുടെ തന്നെ കേട്ടോ. ഇത് AVTയുടെ ഔട്ട്ലെറ്റ്, ഇതിൻ്റെ ഫാക്ടറിയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്, നേരത്തെ നമ്മൾ കാണിച്ചത്. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് കയറി ഇങ്ങനെ വന്ന് ബൈക്ക് അവിടെ നിർത്തി. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ നോക്കിയേ ഗൈസ്, ഇത് ഫുള്ള് നമ്മുടെ AVTയുടെ പ്രോപ്പർട്ടി കേട്ടോ. ഇതേതാ AVTയുടെ ഫാക്ടറി. ഞാൻ താഴെ വെച്ച് കാണിച്ചില്ലേ, അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഗൈസ് കണ്ടോണേ, അത് അവരുടെ ഫാക്ടറിയാണ്. ഗൈസ് അവിടെ നമ്മൾ നേരെ വന്നു കേട്ടോ. അപ്പോഴാണ് ഇതേ മറ്റേ ബോർഡ് കാണുന്നത്, KPM. ഇവിടെയാണ് നമുക്ക് പോകാനുള്ളത്, KPM ടൂറിസ്റ്റ് വില്ലേജ്. അങ്ങോട്ട് പോകരുതെന്ന് കാണിച്ചിട്ടുണ്ട്, നേരെ തന്നെ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ വരുന്ന വഴിക്ക് പിന്നെയും നമ്മൾ വണ്ടി നിർത്തി കേട്ടോ. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതേ നോക്കി, എൻ്റെ മോനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ, അരിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുക. മെത്ത പോലെയാണ് കിടക്കുന്നത്. അതേ സമയത്ത് കോട കണ്ടോ. അതവിടെ റിസോർട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. റിസോർട്ടാണ്, ഫുള്ള് കോടയോ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഗൈസ് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്നുള്ളത് നമ്മൾ കയറാൻ വന്ന സ്പോട്ട് എത്തി കേട്ടോ. KPM ഫാം വിസിറ്റ്. ഇതിനകത്ത് എന്തോ മറ്റേ കൊട്ടവഞ്ചി, ഫുഡ് ഐറ്റം എല്ലാം ഉണ്ട് കേട്ടോ. അകത്തോട്ട് 200 മീറ്റർ പോയാൽ മതി. ഗൈസ് നമ്മളവിടെ വണ്ടി വെച്ചു. നമ്മൾ വന്നപ്പോൾ തന്നെ ഭയങ്കര മഴ കേട്ടോ. ഇതാ കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ഗേറ്റ് പാസ് എടുക്കണം, സംവിധാനങ്ങളെല്ലാം എടുക്കണം കേട്ടോ.
ഞങ്ങൾ വന്നപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. അതല്ലല്ലോ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം. ഐശ്വര്യം വരുമ്പോഴേ മഴ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഹെൽമെറ്റ് ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മഴ വലിയ മഴയല്ല, ചെറിയ രീതിയിൽ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. അതാട്ടോ സംഭവം. ഗൈസ് നോക്കി, ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതാ കയറി വരുന്ന എൻട്രൻസ്. ഇതുവഴി ഇങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് മറ്റേ പാറമട കേട്ടോ. അവിടെയാണ് കൊട്ടവഞ്ചി, മീൻ സംവിധാനമൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ മീൻ സ്പാ, ഫിഷ് സ്പാ ഉണ്ട്, ഫിഷ് മസാജ്. ഓക്കെ തെന്നല്ലേ അവിടെ തെന്നി കിടക്കോട്ടോ. ആദ്യം അങ്ങോട്ട് പോകാനോ? ഓ ഗായ്സ്, മുയലുണ്ട് കേട്ടോ അവിടെ. അത് ഞാൻ പറഞ്ഞ സംവിധാനം ഫിഷ് സ്പാ. ഓ ഗായ്സ് നോക്കിക്കേ, ഇത് താറാവ്. ഇത് താറാവിൻ കൂട്ടം കേട്ടോ. ഇംഗ്ലീഷിൽ തന്നെ ഡക്കെന്ന് പറയും. ഹായ് താറാക്കൂട്ടം. എല്ലാവരും കരച്ചിലാണോ? താറാവ്, മുയൽ. ഓ ഇത് ഉറങ്ങി കിടക്കും കേട്ടോ. ഗൈസ് നോക്കി, കടിച്ചേക്കടാ. ഇവന് ഉറക്കം കേട്ടോ ബ്ലാക്ക്. ഒന്നും ഇല്ലടേ തരാൻ. ഇത് നോക്കി, മറ്റേ ഗൾഗൻ. എൻ്റെ മോനെ, ഗൾഗൻ കുഴിയല്ലേ? ടർക്കൻ, ടർക്കി. നോക്കി ഗൈസ്, കളിയാൻ സ്റ്റക്കായിട്ടിരിക്കുക. ഗൈസ് ഇതെല്ലാം തിന്നുന്ന കേട്ടോ. ഇത് നമ്മുടെ സാധാ കോഴി കേട്ടോ, സാധാ നാടൻ കോഴിയാന്ന് തോന്നുന്നു. ഇത് മറ്റേ ഇതല്ലേടി മറ്റേ ഗൽഗൻ കോഴി. ഇതാണ് ഗൽഗൻ. ആ ഗിനിക്കോഴി കേട്ടോ. അപ്പുറത്ത് വേറെ ഒരു സാധനം. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇതിനകത്ത് മുയൽ, ഗൾഗൻ സംവിധാനം എല്ലാം കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്ലീൻ ചെയ്യോട്ടോ. ഇത് വേറെ സ്വിമ്മിംഗ് പൂളാണ്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ്. അതുകൊണ്ട് പിന്നെ ഇതവിടെ റെസ്റ്റോറൻറ്റ്. ഫുള്ള് പാറമട കേട്ടോ. അതിൻ്റെ താഴെയാണ് സ്വിമ്മിംഗ് പൂള്. അതുപോലെ തന്നെ ഇതിനകത്താണ് ഫിഷിൻ്റെ സംവിധാനം. മഴയായതുകൊണ്ട് എല്ലാം കയറ്റിയിട്ടിരിക്കുക കേട്ടോ. ഉണ്ടായിരിക്കും, മഴയായതുകൊണ്ട് എല്ലാം കയറ്റിയിട്ടിരിക്കുക കേട്ടോ. മഴ കുറഞ്ഞിട്ട് നമുക്ക് നോക്കാം, അതിൽ കയറാൻ നോക്കാം കേട്ടോ. ഗായ്സ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ. ഇതിനകത്ത് ഞണ്ടാണോ തേളാണോ? ഇതിനകത്ത് തന്നെ ഇത് നോക്കി, എട്ടുകാലിയോ. ഓ ഞണ്ട്. ഓ എൻ്റെ പൊന്നെ, ഞണ്ട കേട്ടോ. ഗൈസ് അവിടുന്ന് താറാവിൻ്റെയും ഫിഷിൻ്റെയും ഇത് കഴിഞ്ഞ് ഇതുവഴി ഇങ്ങനെ നടന്നു കഴിഞ്ഞ് ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതെന്നാ മീനൊന്നും അറിയത്തില്ല. ഈ മൂന്നെണ്ണം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇതിനകത്തും ഫിഷുണ്ട്. ഗൈസ് ഓ ഇതിനകത്ത് ബ്ലാക്ക് കളറിൽ കിടക്കുന്നുണ്ട്, മൂന്നെണ്ണോട്ട് കേട്ടോ. ഇതിനകത്തൊന്നുമില്ല കേട്ടോ, കാണും അടിയിലായിരിക്കും ഗൈസ്. ഇതിനകത്ത് ഫുള്ള് ചെറിയ മീൻ, ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ആ അവിടുത്തെ എൻ്റെ പൊന്നെ. ഓ ഗൈസ് അതുകൊണ്ട് അവർ മീനിന് തീറ്റ കൊടുത്തുകൊണ്ട് പോവാ കേട്ടോ. ആ ഫുള്ള് അവരുടെ പിറകെ ആ ഓറഞ്ച് കളർ കണ്ടോ, ഓറഞ്ചും വൈറ്റും കാണുന്നുണ്ട്. അത് ഫുള്ള് മീനാണ്. തീറ്റ ഇവരുടെ കാണും. ആ സാധനം ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ വഞ്ചിയുടെ പിറകെ ഈ മീൻ ഇങ്ങനെ വരും കേട്ടോ. ഓവേസ് അവർ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നത് ഇവിടെ എത്തി കേട്ടോ. ആ വഞ്ചിക്കകത്ത് മീൻ കൊടുക്കാനുള്ള തീറ്റ സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഗായ്സ് ഇത്തിരി മുമ്പ് നമ്മൾ അവിടെ നിന്നാ കേട്ടോ മറ്റേ മീനിന് തീറ്റ കൊടുക്കുന്ന സംഭവം എല്ലാം കാണിച്ച്. ഇത് മറ്റേ കുളങ്ങൾ. ഇത് ദ ഫ്യൂച്ചർ ഇസ് ഹിയർ. ഇതെന്നെ സംഭവം അറിയത് മനസ്സിലായില്ല. ഇതാണ് സ്പാ. 10 മിനിറ്റിന് 100 രൂപ എന്നാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റിന് 100 രൂപ അല്ല ചേട്ടാ, അങ്ങനെയല്ല പറഞ്ഞേ? ആ സ്പായിൽ 10 മിനിറ്റ് 100 രൂപ കേട്ടോ. ഗൈസ് ഇവിടെ സ്റ്റഡി സംവിധാനങ്ങളനുസരിച്ച് ഗൈസ് ഹോട്ടലിനകം കേട്ടോ.
നമ്മുടെ സ്വിമ്മിംഗ് പൂളല്ലേ ഏട്ടാ? ഓക്കെ, ക്ലീൻ ചെയ്യാൻ വേണ്ടി ആണ് ഞാനേ. ആ, പൊതുവെ ഇട ദിവസം തിരക്ക് ഇല്ലാത്തതാണോ? ശനി ഞായർ നല്ല ഇറക്കാമല്ലേ? കാഞ്ഞിരപ്പള്ളി. ഓക്കെ, ഇത് നമ്മൾ കയറി വന്ന എൻട്രൻസ്. കയറുമ്പോഴേ ഇത് കിച്ചണ്, ക്യാഷ് കൗണ്ടറും, ഇത് ഐസ്ക്രീം ഐറ്റംസ്, ഇതും കിച്ചണാണ് കേട്ടോ. കിച്ചൺ, ഇതിവിടെ ടേബിൾ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം. അത്യാവശ്യം ഒരു 50 പേരൊക്കെ വന്നാൽ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. അവൻ്റെ അവസാനം വരും ഒരച്ചരച്ച് ബായി കേട്ടോ. പാറമട ഉണ്ടോ ഗൈസ്? ഗൈസ്, മഴയുടെ ശക്തി കൂടുക കേട്ടോ. എൻ്റെ പൊന്നേ, അതേ സമയത്ത് അവൻ്റെ ഓരോ നോക്കി അവൻ്റെ കൈ കിഴച്ചൊടിയുമായിരിക്കും. ആരെ കളിയാണ് നോക്കുന്നത്? നോക്കിയിട്ടൊന്നും കാര്യമില്ല, നീ തന്നെ ചെയ്യണം. അവൻ ഇവിടുന്ന് ഇവിടം വരെ തീർത്തു. ഇനി ഇവിടുന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ, ഇങ്ങനെ, പിന്നെ ഈ ഏരിയ, പിന്നെ തറ ഫുള്ള്. ഗായ്സ്, അവൻ്റെ ഇന്നത്തെ ദിവസം പോയി. പിന്നെ വ്യൂ ആട്ടോ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. ഗായ്സ്, ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വള്ളത്തേക്ക് ഇറങ്ങാം കേട്ടോ. മീനെ പിടിക്കരുത്. വാ, അടുത്ത ആൾ കയറുന്നു. ഇവിടെ വേറെ ടിക്കറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഗായ്സ്, ഇവിടെ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 8 ഗായ്സ്, ഗൈസ്, നമ്മളവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇറങ്ങി വന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 2 ടിക്കറ്റ് നമ്മൾ എടുത്തു കേട്ടോ. ഒരാൾക്ക് 100 രൂപ വെച്ച്, 2 പേർക്ക് 200. ഗൈസ്, നമ്മൾ ആദ്യം എൻട്രൻസിൽ നിന്ന് 2 പേർക്ക് 50, 100. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക്, ഇവിടെ പാറമടയിൽ ഇറങ്ങണയിൽ ഒരാൾക്ക് 100 കേട്ടോ. ഗായ്സ്, ഇവിടെ കയറുമ്പോൾ ഇച്ചിരി പാടാ കേട്ടോ. അതുപോലെ തന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പാറമടയായിരുന്നു, ഫുള്ള് പാറമടയായിരുന്നു. ഒരു കട്ടപ്പനക്കാരൻ്റെ കേട്ടോ സംഭവം. പുള്ളി ഇത് 2-2.5 കൊല്ലം ആയിട്ടുള്ളതെന്ന് പറയും ഇതുപോലെ സെറ്റപ്പിലാക്കിയിട്ട്. ഇനി ഇവിടെ സിപ്പ് ലൈനൊക്കെ വരുന്നുണ്ടെന്നാണ് മറ്റേ ക്യാൻറ്റീനിലെ പുള്ളി പറഞ്ഞത്. സിപ്പ് ലൈനിൻ്റെ സെറ്റപ്പെല്ലാം തുടങ്ങാനായിട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഗൈസ്, ഞങ്ങൾക്ക് മുമ്പേ വന്നവർ അതേ സമയത്ത് പോയി കേട്ടോ. അവരുടെ ചുറ്റിനും മീന. ഗായ്സ്, ഇത് പിടയ്ക്കുന്ന അടി കൂടുന്നുണ്ടോ മീന്? ഈ പല കളറിലുള്ള മീനുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിച്ചുമാർ ഇങ്ങനെ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഗായ്സ്, സെറ്റപ്പാണ് കേട്ടോ. അവരതേ സമയത്ത് അവിടെ എത്തി. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇത് മീൻ കൊടുക്കാനുള്ള തീറ്റ. നമ്മളെ വഞ്ചി കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് ഈ സാധനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കറക്റ്റ് ഓക്കെ കേട്ടോ. ഈ സംഭവം ഓക്കെയാ. ഓക്കെ കേട്ടോ. ഓക്കെ, മീൻ തീറ്റ. അവരിഞ്ഞ് കറങ്ങി വരണം കേട്ടോ. അവർ കറങ്ങി വരുന്ന കുഴപ്പമില്ല, ഒരാളും കൂടെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഞ്ചിയിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ആ വരുന്ന ബ്രോ കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ സെറ്റപ്പിലാണ് എടുക്കട്ടോ. അത് കഴിഞ്ഞു ജാക്കറ്റ്. ഗൈസ്, ഞങ്ങളെന്നാൽ കയറട്ടെ. അയ്യോ, എൻ്റെ പൊന്നെ, അതൊക്കെ ഇറങ്ങണേ. ഇത് പോകുന്നു. ഇതാ
ഓ ബോയ്സ്, ഇങ്ങനെ ഇരിക്കണം കേട്ടോ, കാല് നീട്ടി വെച്ച്. നീ അവിടെ ഇരുന്നോ. भैया तुम्हारा नाम? സാക്കിൽ. घर किधर? അസാമിലെ ആളാട്ടോ. കാസിം അല്ലേ? നാം സാക്കിൽ. ഓക്കെ, സക്കിൽ ബ്രോ കേട്ടോ, അസാമുകാരനാണ്. നമ്മളിതുവരെ ഓപ്പോസിറ്റ് ഇരിക്കണം കേട്ടോ. മീനൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ വയ്യ പറഞ്ഞു അവിടെ എത്തുമ്പോഴത്തേക്കും തീറ്റി ഇട്ടോളം പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അത് നമ്മുടെ പുറകെ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഓ നോക്കി, അവരുടെ കൂടെ എന്തൊരു മീനാണ് എൻ്റെ പൊന്നി. ഓ നമ്മുടെ പുറകെ വരുന്നുണ്ടോ. ഓ ഗായ്സ് നോക്കി എൻ്റെ. ഓ ഗായ്സ്, പല മീനുകളും എൻ്റെ പൊന്നി. അടി കൂടുന്നു കേട്ടോ. ഇല്ലാട്ടാ, ഒരു രക്ഷയില്ല കേട്ടോ. സ്ഥിതി തീരാറായി കേട്ടോ. ഗായ്സ് നോക്കി. ഓ നമ്മുടെ കൈക്കിടെല്ലാം ഒന്ന് അടിക്കുന്നുണ്ട്. കയ്യിലൊന്നും ഇല്ലടാ. കത്തുണി. ഓ ഗായ്സ് നോക്കി. തീറ്റ ഇങ്ങോട്ട് വന്നേ. തീറ്റ തേതോ ജൽദി തേതോ. അടി കൂടല്ല. ഞാൻ വായിക്കത്തെല്ലാം വെള്ളമൊക്കെ ഒരുമാതിരി ഒറ്റൊരെണ്ണത്തിന് കിട്ടത്തില്ല കേട്ടോ. ഈ വെള്ളത്തിനുണ്ടല്ലോ ഒരുമാതിരി വഴുവഴുപ്പാണ്. ഇതിങ്ങനെ തീറ്റ ഇടുന്തോറും നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വഞ്ചി അനങ്ങും തോറും നമ്മുടെ പിറകെ ഇത് നിൽക്കും. കൈ ഇടുമ്പോൾ ഒറ്റൊരുത്തം വരത്തില്ല. കടിച്ചു അവർ കയ്യെ വന്ന് കടിക്കും കേട്ടോ. ഒറ്റൊന്ന് പല്ലില്ലാത്തതുകൊണ്ട് പേടിക്കണം, കടിക്കുക എന്നുള്ള ഇത് വേണ്ട. എല്ലാം വന്ന് വായിൽ ഇങ്ങനെ ഇതിട്ടിട്ട് പോകും. ഈ അടുത്തവർ കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അവരുടെ കൂടെ ഫുള്ള് പോകും കേട്ടോ. ഓക്കെ ഭയ്യ, താങ്ക് യു. ഇനി ഇവരെല്ലാം ഇനി പോകണം കേട്ടോ. അതേസമയത്ത് നമ്മുടെ ജാക്കറ്റ് എടുത്ത് ഇവിടെ വിരിച്ചിടണം കേട്ടോ. നീ വായി കൂടെ വെച്ചിട്ടാണോ പോലെ. ഇനിയിപ്പം അവരുടെ കൂടെ ഫുള്ള് മീനും പോകും. ഇരിക്കുമ്പോൾ ക്രോസ് ഇരിക്കണം കേട്ടോ പറയുന്നത്, ഇല്ലേ മറിഞ്ഞു പോകും. അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നോക്കിയേ ഫുള്ള് തിരക്കായി. ഗൈസ്, ഈ വീഡിയോയുടെ സൗണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിട്ട് കാരണം കൊണ്ട് കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്, ഞാനത് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇവൻ ചോദിച്ചു യൂട്യൂബറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേജ്, നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തവൻ എന്നെ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഇവൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഇവൻ തൃശ്ശൂരുകാരനാണ്. അവിടെ ഓൾറൗണ്ടായിട്ട് നിൽക്കുവൻ. ക്യാഷ് സംവിധാനം, ഓർഡർ എടുക്കുന്നു, അങ്ങനെ പരിപാടിയിട്ട് ഓൾറൗണ്ടായിട്ട് നിൽക്കുക കേട്ടോ. ഗൈസ്.
ഗൈസ് ഇവിടെ ഇത് ഫുള്ള് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാ സംബന്ധിച്ച് ഇനിയിപ്പം മിക്കവാറും അടുത്ത തവണ തന്നെ ഇവിടെ ഫുള്ള് തറയോടായിരിക്കും കേട്ടോ, ഫുള്ള് സെറ്റപ്പ് ആയിരിക്കും. ഇപ്പം അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരാൻ ഫുള്ള് സെറ്റപ്പ് ആക്കിയത്. ഇനി അടുത്ത പ്രാവശ്യം വരും ഇവിടെ ഫുള്ള് തറയോടായിരിക്കും അറിയത്തില്ല. ഇതാണ് എയർപോർട്ട്, ഇതാണ് സംഭവം. ഓ ഗൈസ് വെള്ളം കുറവാണ്. മറ്റേ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടല്ലോ ഈ പാലമൊക്കെ കവിഞ്ഞ വെള്ളം പൊക്കോണ്ടിരുന്നത്. ഇതേതാ സ്ഥലമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപ്പുതറ വന്നിയാടി, ഉപ്പുതറ. ഓ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളിവിടെ വണ്ടി ഒതുക്കി. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഒരു അന്യായ വ്യൂ ആട്ടോ. അന്യായ വ്യൂ അല്ല, വ്യൂ എന്ന് പറഞ്ഞാൽ ഗൈസ് നോക്കിയേ, രക്ഷയില്ലാത്ത വ്യൂ. അവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ, ഫുള്ള് വീടുകളാണ്. ഓ അവിടെ ഫുള്ള് വീടുകളാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി തട്ടായിട്ട് ഒഴുകി പോവാ. ആ സമയത്ത് നമ്മളുടെ വണ്ടി ഒതുക്കി. ഓ ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരെ അവിടെ നിന്ന് മറ്റേ KPM റിസോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പള്ളിയിൽ കൂടിയിട്ട് നേരെ നമ്മൾ കട്ടപ്പന റൂട്ട് വന്ന് ഇനിയിപ്പോൾ കുട്ടിക്കാനം പോകട്ടെ. കുട്ടിക്കാനം പോകുന്ന വഴിക്ക് നിർത്തിയത്. എന്നാ സംഭവം എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം കണ്ടോ. നമുക്കിനി ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ വേണം പോകാൻ. പോകുമ്പോൾ നമുക്ക് അവിടെ നിർത്താം കേട്ടോ. ഓ ഗായ്സ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കേട്ടോ വീഡിയോ എടുത്തത്. അവിടെ നിന്ന് നമ്മൾ ഓടിച്ച് തന്നെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി. എന്നെ സംബന്ധിച്ച് നോക്കിയ വെള്ളച്ചാട്ടം കണ്ടോ. ഗൈസ് സെന്റ് തോമസ് ബസ്സാണ് കേട്ടോ പോയത്. ഈ വെള്ളം നമ്മൾ ഒഴുകി വരുന്ന വെള്ളം പോകുന്നത് ഇതുവഴി കേട്ടോ. ഇതുവഴി എങ്ങനെ അങ്ങ് പോവുക കേട്ടോ. ഗൈസ് KSRTC വരുന്ന നോക്കും, നൈസ് വ്യൂ കേട്ടോ. സോറി, നമ്മുടെ വണ്ടിയും നമ്മുടെ കൊണ്ടാട്ടിയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നോക്കരുത്. ഗൈസ് ഇവക്ക് എന്നാ പറയുന്നത്, വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ലെന്ന് കേട്ടോ പറയുന്നത്. നീയൊക്കെ ഒരു നാൾ വരുത്തില്ലേ? ഞാൻ വൈറലായി, ഞാൻ എയറിലാകുമ്പോൾ നീയൊക്കെ വരും. ഒന്ന് വീഡിയോയിൽ ആഡ് ചെയ്യുമോ? ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ മുസ്ലിം പള്ളി, കുട്ടിക്കാനത്തെ പള്ളി. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത് ഉരുളങ്കല്ല്. നമ്മൾ വീട് മേടിക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഇത് നിരത്തണമെന്ന് എപ്പോഴും പറയുമായിരുന്നു വെച്ചാൽ പണ്ട് ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു, വാടകയ്ക്കൊക്കെ താമസിച്ചുകൊണ്ടിരുന്നു. വീട് മേടിക്കുമ്പോൾ ഈ സാധനം മുറ്റത്ത് നിരത്തണമെന്ന് പറയാം അമ്മച്ചി. നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്, ഇനി പോകാം കേട്ടോ. ഇനി നമുക്ക് വളഞ്ഞങ്ങാനത്ത് നിന്നിട്ട് നിർത്തണം. ഇവിടെ നിന്നൊരു ചായയും കുടിച്ചിട്ട് ഒറ്റ വീടിയിൽ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. ഓ ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ബസ് വരുന്നുണ്ടോ ഗൈസ്? വളഞ്ഞങ്ങാനം കേട്ടോ. ഇതുവഴി KSRTC പോകുന്നതാണ്. ടെയിൽ ഒരച്ചാ പോകുന്നത്. ഓ ഗൈസ് നോക്ക് ഗൈസ്, ഈ മരം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം വീണ കേട്ടോ. നെളിയും കണ്ടുണ്ടായിരുന്നു, ആ ഫുള്ള് കിട്ടി താഴോട്ട് വീണു. ആ സമയത്തെങ്ങാനും ഇവിടെ ആൾ നിൽക്കുമായിരുന്നു, പടമായാലും.
ഫുള്ള് മല സീസണാണ് കേട്ടോ. മല അയ്യപ്പന്മാരാണ് ഫുള്ള്. അയ്യപ്പന്മാരുടെ വണ്ടി കേട്ടോ. ഓ ഗൈസ്, ആരും മുള്ളമ്പഴം കൊടുത്തോട്ടോ, അത് കഴിക്കുമോ? വെള്ളം ഓവറായിട്ടില്ല, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഓ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. എൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്, ഉറക്കം നിന്നിട്ടുണ്ടല്ലോ, ഉറങ്ങിപ്പോയി കുറേ തവണ. ഇവളറിഞ്ഞില്ല കേട്ടോ. ഓ ഗൈസ്, നമ്മൾ വണ്ടി നിർത്തി. എന്താ സംഭവിച്ചാൽ, ഞാൻ നേരത്തെ മറ്റേ ഗോകുലംപാലിൻ്റെ റൂട്ട് ഓടിക്കൊണ്ടിരുന്ന കുമൾ റൂട്ടാണ്. അപ്പോൾ ഇമാറെടുത്ത് സ്ഥിരം നിർത്തുമായിരുന്നു ഉപ്പിലിട്ടത് മേടിക്കാം. ചേട്ടന് വേണ്ടിയാണ് കേട്ടോ, പെരുന്നാനത്തുള്ളതാണ്. പൈനാപ്പിൾ ഇതുണ്ടോ, ഫുള്ള് ഉപ്പിലിട്ടത്. മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, കാന്താരി, പച്ചമുളക്, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. കട കറക്റ്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ പെരുവന്താനം ടൗണിന് തൊട്ട് താഴെ. വണ്ടി ഇന്നലെ കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവന്നത് നോക്കി, നമ്പർ പ്ലേറ്റിൻ്റെയൊക്കെ കോലം. ഈ മഡ് ഫ്ലാപ്പ് ഇല്ലെങ്കിലുള്ള വിഷയം ഇതാ, ഫുള്ള് കുളമാവും വണ്ടി. ഓ ഗൈസ്, ഞങ്ങൾ കടയ്ക്കകത്ത് കയറിയിരുന്നു കേട്ടോ. 2 പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഫ്രഷായിട്ട് അവൻ അടിച്ച് തരും. കടയ്ക്കകത്തു നിന്നുള്ള വ്യൂ കാണിക്കാം കേട്ടോ. ജനറേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കിടക്കൻ കട്ടിൽ സംവിധാനം എല്ലാം ഉണ്ട്. മറു വീടങ്ങ് മേളിലാണ്. ഇത് പറയുവാണേ ഇതിൻ്റെ തൊട്ട് താഴെ അവിടെയാണ് കാളച്ചന്തയല്ലേ, കാളച്ചന്ത വ്യാഴാഴ്ച ദിവസം നടക്കുന്നത്. അതിനോട് ചേർന്നാട്ടോ ഇമ്മറ കട. ജനറേറ്റർ ഓണാക്കി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സംവിധാനമാണ്. ഇഷ്ടമാണോ സംഭവം. പറഞ്ഞ ഈ സംഭവം എന്നാന്ന് അവനോട് ചോദിക്കാം കേട്ടോ. എടാ ഇതന്നെ ഐറ്റം പുലാസാൻ, പുലാസാനാണ് കേട്ടോ. എനിക്ക് പുലാസാൻ ഗൈസ്. ജനറേറ്റർ ഓഫ് ചെയ്തു കേട്ടോ. ജ്യൂസും കിട്ടി, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ജ്യൂസ് കേട്ടോ. അപ്പോൾ ഗൈസ്, അവിടെ നിന്ന് നേരെ ഓടി വന്ന് നമ്മളിപ്പം ശാന്തി ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഉറക്കം വന്നിട്ടൊരു രക്ഷയില്ല. ശാന്തി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടിട്ട് കാണാം കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങി. ഇനിയിപ്പം നേരെ ചെല്ലുക, കിടന്നൊരൊറ്റ ഉറക്കം ഉറങ്ങണം കേട്ടോ. നാളെ രാവിലെ ഇനിയും സെയിലിന് പോകാനുള്ളതുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.